ഞാൻ സത്യത്തിൽ സാഹിത്യമായിട്ടൊന്നും വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു മനുഷ്യനെയല്ല. ഞാൻ സ്കൂൾ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ നന്നായിട്ട് പാടുമായിരുന്നു. എനിക്ക് അതിന് കുറേ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് ചിത്രം വരയ്ക്കുമായിരുന്നു. പാട്ട്, സംഗീതം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ചിത്രകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കോളേജിലും മറ്റുമൊക്കെ അറിയപ്പെട്ടിരുന്നത്. ഏതാണ്ട് 5 വർഷം ബെസ്റ്റ് പെയിൻറ്റർ ഞാൻ തന്നെയായിരുന്നു കോളേജിൽ. പിന്നെ എന്തുകൊണ്ടോ എനിക്ക് തുടരാൻ പറ്റിയില്ല. ഒന്നാമത് അത് ചിലവുള്ളൊരു കാര്യമാണ്, ചിത്രം വരയ്ക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അന്ന് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ അവിടെ കാണാൻ ചെല്ലുമ്പോൾ, സതീഷ് വെങ്ങാനൂർ, ഇപ്പോഴത്തെ ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള സംവിധായകൻ, അദ്ദേഹം ഒരു പുസ്തകം മടക്കി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ പുസ്തകം? അത് എം സുകുമാരൻ്റെ വഞ്ചിക്കുന്നം പതി എന്ന് പറയുന്ന നോവലുകളുടെ ഒരു സമാഹാരമാണ്. അപ്പോൾ എം സുകുമാരനെ ഞങ്ങൾ കോവളം വെങ്ങാനൂർ ഭാഗത്തൊക്കെ ജീവിക്കുന്നവർ അന്നേരം നന്നായിട്ട് പരിചയപ്പെട്ടു കഴിഞ്ഞു. കാരണം എം സുകുമാരൻ സാറിൻ്റെ ശേഷക്രിയ എന്ന് പറയുന്ന ചെറിയ നോവല് വെങ്ങാനൂരുള്ള സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി സിനിമയാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ഞങ്ങൾ സ്കൂളിലും അല്ലെങ്കിൽ പ്രീ ഡിഗ്രി 1ാം വർഷമൊക്കെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് അതിൻ്റെ ഷൂട്ടിങ് വെങ്ങാനൂരും പരിസരത്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ജോൺ സാമുവലാണ് അതിലെ നായകൻ, ജലജയാണ് നായിക. വെങ്ങാനൂരിലും പരിസരത്തൊക്കെ ഉള്ള ഒരുപാട് പേര് അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് പോയി എൻ്റെ ഷൂട്ടിങ് നോക്കി നിന്നിട്ടുണ്ട്. അപ്പം അന്ന് ഈ ശേഷക്രിയ എന്നൊക്കെ പറയുമ്പോൾ എം സുകുമാരൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഇതെന്ന് ഉള്ള എല്ലാവരും പറയും. ഞാനന്നത് വായിച്ചിട്ടില്ല. മാത്രമല്ല, അതിനെ ചൊല്ലി അന്ന് വലിയൊരു വിവാദം ഉണ്ടായിട്ടുണ്ട്. ഈ ശേഷക്രിയ എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്നോ മറ്റൊക്കെ ഒട്ടേറെ പീഡനങ്ങളോ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അന്ന് ടീനേജിൽ നിൽക്കുന്ന നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആഴത്തിൽ അറിയില്ല. പിന്നീട് ഞാനത് വായിക്കുമ്പോഴാണ് അതിൽ സഖാവ് ഈഴവനാണോ എന്ന് അതിലെ നായകനോട് ഒരു ചോദ്യം മറ്റൊരു കഥാപാത്രം ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഹരിജനാണ് എന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിലെ ഈ ജാതി രാഷ്ട്രീയം ആണ് അതിൽ ആ ഒരു ചോദ്യത്തിലൂടെ മുഴങ്ങുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ് തുടങ്ങിയിടത്തേക്ക് തന്നെ വരാം. എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ വഞ്ചിക്കുന്നം പതി എന്ന് പറയുന്ന ഈ നോവലുകളുടെ സമാഹാരം ഇരിക്കുന്നു. അപ്പോൾ എന്നോട് ശ്രീ സതീഷ് വെങ്ങാനൂർ പറയുകയാണ്, അതിമനോഹരമായ വർക്കുകളാണ്, രമേശ് ഒന്ന് വായിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വലിയ വായനക്കാരനൊന്നുമല്ല, എന്നാലും ഞാൻ അത് കൊണ്ടുപോയി വായിച്ചു. പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് എനിക്കത് വായിച്ചപ്പോൾ ഉണ്ടായത്. കാരണം കത്തുന്ന പേനയെന്നൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അറിയാതൊരു വിശേഷണം വന്നു പോവുകയാണ് അതിൽ. കാരണം ഇത്രയും സർഗാത്മകമായ ഒരാൾക്ക് മാത്രമേ ഇത്രയും പവർഫുള്ളായിട്ട് എഴുതാൻ പറ്റൂ എന്നുള്ളൊരു തോന്നൽ എൻ്റെ ടീനേജിൽ എനിക്ക് തോന്നി. പിന്നെ ഞാൻ എം സുകുമാരൻ സാറിൻ്റെ കഥകളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നിനൊന്നിന് എനിക്ക് ഈ മനുഷ്യനുമായിട്ടുള്ള ആരാധന ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ 1-2 പേരോട് ചോദിച്ചപ്പോൾ പാലക്കാടുള്ള ഒരാളാണ്, നെക്സലൈറ്റ് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, അങ്ങനെ ഏതോ പ്രസ്സിലൊക്കെ എന്തോ ജോലി ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അറിയുന്നില്ല. ഞാൻ എൻ്റെ പഠന കാലയളവൊക്കെ കഴിഞ്ഞിട്ട് MA-യും ജേർണലിസവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിലേക്ക് ജോലിക്ക് പോവുകയാണ്. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ, ഏതാണ്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. നാട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. അങ്ങനെ ചെറിയൊരു സർജറിക്കൊക്കെ വിധേയനായി ഞാൻ വീട്ടിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ആണ് ഞാൻ വീണ്ടും എം സുകുമാരൻ സാറിൻ്റെ ഒരു കളക്ഷൻ ഇറങ്ങിയെന്ന് അറിഞ്ഞിട്ട് ഞാനത് വാങ്ങുന്നു, കഥകളുടെ ഒരു സമാഹാരം. അത് ഞാൻ വീട്ടിൽ നിന്ന് വായിക്കുകയാണ്. അന്ന് ഗൾഫിലേക്ക് മടങ്ങി പോകണമോ, ഇവിടെ എന്തെങ്കിലും തൊഴിൽ അന്വേഷിക്കണമോ എന്ന് ഒരു പ്രത്യേകിച്ച് നിശ്ചയമില്ലാത്തൊരു ജീവിതമാണ് അന്ന് എൻ്റെത്. ആ സമയത്താണ് കേരളമതി ഇതുപോലെ ജേർണലിസ്റ്റ് ട്രെയിനുകളെ വിളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വിളിച്ചപ്പോൾ ഞാൻ ഇതുപോലെ അത് അവരുടെ ജേർണലിസ്റ്റ് ട്രെയിനുകൾക്ക് അപ്ലൈ ചെയ്യുകയും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ അന്നേരം ഗൾഫിലാണ്. ഇപ്പോൾ വീണ്ടും വിളിച്ചിരുന്ന കണ്ടപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് കാൾ ലെറ്ററൊന്നും വന്നില്ല. പക്ഷേ ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു, കേരളമതിയിൽ വരണം. അങ്ങനെ ഞാനവിടെ ചെല്ലുന്നു. എന്നെ ആദ്യം അഡ്മിനിസ്ട്രേഷനിലാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എഡിറ്റോറിയലിലേക്ക് വന്നു, സ്റ്റാഫായി. അപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ ഒരു പുതിയ അനുഭവമാണ്. കാരണം ഒട്ടേറെ ജയചന്ദ്രൻ നായർ സാറ് ഉണ്ട് അവിടെ, NRS ബാബു സാറുണ്ട്, EV ശ്രീധരൻ, കള്ളിക്കാട് രാമേന്ദ്രൻ, ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ച് മാത്രം അറിഞ്ഞിട്ടുള്ള ഒരുപാട് C അനൂപ് എന്ന് തുടങ്ങി അങ്ങനെയുള്ള അന്ന് എൻ്റെ പ്രായക്കാരായ ആൾക്കാർ, ഇവരൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു പുതിയ ലോകം, പുതിയ അനുഭവമാണ് ഈ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന് വന്ന് എനിക്ക് അവിടെ നിന്ന് വന്നതിന് ശേഷം ഉണ്ടാകുന്നത്. ഞാൻ അന്ന് പലരുമായിട്ടുള്ള പരിചയത്തിൻ്റെ ഇടയിൽ മെല്ലെ ഞാൻ എഴുതി വഴിക്കിട്ടുന്നതും
പബ്ലിഷ് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള പല സാധനങ്ങളും അന്ന് സഹപ്രവർത്തകരെ കാണിക്കുകയും അവർ സൺഡേ സപ്ലിമെൻറ്റിലൊക്കെ അത് പ്രസിദ്ധീകരിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ സമാഹാരം ഇറക്കിയാൽ കൊള്ളാമെന്നൊരാഗ്രഹം വന്നു. അങ്ങനെ കുഞ്ഞു കഥകളുടെ മൈക്രോ സ്റ്റോറികളുടെ ഒരു സമാഹാരം. അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ അന്ന് ഗോപികൃഷ്ണൻ, ഇന്നിപ്പോൾ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യുന്ന കാർട്ടൂൺസ് ഗോപികൃഷ്ണനുണ്ട്. എന്തുകൊണ്ടോ എൻ്റെ ഒരു വലിയ സുഹൃത്തായി മാറിയ മനുഷ്യനാണ് അദ്ദേഹം. എപ്പോഴും എന്നോടൊപ്പം അന്ന് വീട്ടിൽ വരിക. അന്ന് അവിവാഹിതരാണ് ഞങ്ങളെല്ലാവരും. അദ്ദേഹം എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ മിക്ക ദിവസവും എന്നോടൊപ്പം വീട്ടിൽ കാണുമായിരുന്നു. അങ്ങനെ ഗോപികൃഷ്ണനോട് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു, ഇതിന് ഗോപി ഒരു പടം വരച്ചെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ അതിലെ 36 കുഞ്ഞു കഥകൾക്കും, അത് മാതൃഭൂമിയുടെ വാരാന്ത്യം തുടങ്ങി പലതിലും പ്രസിദ്ധീകരിച്ച് വന്നതാണ്. ഗോപികൃഷ്ണൻ എനിക്ക് അതിമനോഹരമായ പടം വരച്ചു തന്നു. ഞാൻ അന്ന് ഇതിനൊരു അവതാരിക എഴുതാൻ വേണ്ടി അവിടെ എഡിറ്റോറിയൽ ബോർഡിൽ പലരോടും ചോദിച്ചപ്പോൾ എനിക്ക് പെരുമ്പടം ശ്രീധരൻ സാറിൻ്റെ നമ്പർ കിട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ പോയി സമീപിച്ചു. അദ്ദേഹം എനിക്കന്ന് എഴുതി തന്നു. ഈ പുസ്തകം ഇറങ്ങി. ഇന്ന് ബുക്സാണ്, മണമ്പൂർ രാജംബാബു അദ്ദേഹത്തിൻ്റെ ഇന്ന് ബുക്സാണ് അത് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ എനിക്കൊരു അങ്ങനെയാണ് ആ ഒരു പുസ്തകം എം സുകുമാരൻ സാറിനെ ഏൽപ്പിക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം. അപ്പോൾ എൻ്റെ അപ്പോഴത്തെ വിചാരം അദ്ദേഹം പാലക്കാട് എവിടെ താമസിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ അന്ന് സഹപ്രവർത്തകരോട് അന്വേഷിച്ചപ്പോഴാണ് പ്രശാന്ത് നഗറിൽ സാറുണ്ടെന്നും ഞാനൊരു ദിവസം സാറിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ സാറിനെ കാണാൻ വരുമ്പോൾ എൻ്റെ അല്പം ദൈർഘ്യമുള്ള കുറച്ച് കഥകൾ കൂടി എടുത്തുകൊണ്ടാണ് വരുന്നത്. പറ്റുമെങ്കിൽ സാറിനെ കൊണ്ടൊരു അവതാരിക എഴുതിപ്പിക്കണം. ഞാൻ സാറിനെ മുമ്പ് കണ്ടിട്ടില്ല. സാറിൻ്റെ എഴുത്തിലൂടെ മാത്രമേ എനിക്ക് അറിയാവുള്ളൂ, സാറിൻ്റെ അക്ഷരത്തിലൂടെ മാത്രമേ അറിയാവുള്ളൂ. സാറിനെ കണ്ടിട്ടേ ഇല്ല. കാരണം സാറിൻ്റെ ഫോട്ടോ പോലും അവൈലബിൾ അല്ല. വളരെ ഫെയ്ഡഡ് ആയിട്ടുള്ളൊരു ഫോട്ടോയാണ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വരുന്നു, പ്രശാന്ത് നഗറിലെ ഫ്ലാറ്റിൽ വരുന്നു. ഞാൻ സാറിൻ്റെ ഡോറിൽ ബെല്ലടിക്കുന്നു. അപ്പോൾ സാറ് തന്നെ വന്ന് തുറന്നു. ആരാണ്? അപ്പോൾ ഞാൻ രമേശ് ബാബു ആണെന്ന് പറയുന്നു. കേരളമതിലുള്ളതാണ്. ഞാൻ രമേശിൻ്റെ അടുത്ത് എന്തോ ഒന്ന് വായിച്ചു. കാരണം കാഫ്കയുടെ ഒരു ബയോഗ്രഫി വന്നതിനെക്കുറിച്ച് ഞാൻ എഴുതിയിരുന്നു ആ ലക്കം. അപ്പോൾ അത് സാറ് വായിച്ചിരിക്കുന്നു. അപ്പോൾ വീട്ടിനകത്തേക്ക് കയറാനായിട്ട് ആ പ്രധാന വാതിലൊരു കടമ്പ് വെച്ചിട്ടുണ്ട്. പണ്ട് വീടുകളിലൊക്കെ കുട്ടികൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വെക്കുന്ന പോലെ ഒരു കടമ്പ്. അത് അദ്ദേഹം എനിക്ക് മാറ്റിത്തന്നു. ഞാൻ അകത്തേക്ക് കയറി സാറുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഈ പുസ്തകം ഞാൻ കൊടുത്തു. ഞാൻ എന്തോ കാലിൽ തൊട്ട് ഒന്ന് തൊഴണമെന്ന്, എന്താണെന്നൊക്കെ എന്നെ വിലക്കി. എന്തായാലും ഞാനത് ചെയ്തു. കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ എഴുത്തുകാരനെ ഞാൻ നേരിട്ട് കാണുകയാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുതു. അപ്പോൾ എന്നോട് പറഞ്ഞു, രമേശ്, ഇവിടെ ചായയൊന്നും തരാൻ ഭാര്യ ഇല്ല, അവർ പുറത്ത് പോയിരിക്കുന്നു, മകള് പുറത്താണ്, ഞാനും ഈ കുട്ടിയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു 5 or 6 വയസ്സ് വരുന്ന ഒരു കുട്ടിയുണ്ട്. നല്ല ആരോഗ്യവാനാണ്. പക്ഷേ ഈ കുട്ടി ഞാൻ വന്നപ്പോൾ മുതൽ സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുന്നില്ല. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. സാറിൻ്റെ കണ്ണിങ്ങനെ അവൻ്റെ പുറകെ വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അപ്പോൾ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. വളരെ വളരെ ഓവർ ആക്റ്റീവാണ് ഈ കുട്ടി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഞാൻ സാറിനോട് പല കാര്യങ്ങളും സംസാരിച്ച് ഇനി അധിക സമയം ഇരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു, സാർ, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇത് അസൂറയുടെ കുഞ്ഞുവിരൽ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്ന എൻ്റെ 15 കഥകളുടെ ഒരു സമാഹാരമാണ്. അത് ഇനിയിപ്പോൾ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. സാർ അതിനൊരു അവതാരിക എഴുതി തരണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ എനിക്ക് അറിയായിക ഇല്ലാത്തതല്ല. അതായത് സാറ് ആർക്കും അവതാരിക എഴുതിയിട്ടില്ല. സാറ് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാറില്ല, ഒന്നും പ്രത്യക്ഷപ്പെടാറ് പോലും ഇല്ല, ഒരു പടം പോലും എടുക്കാൻ അനുവദിക്കാത്ത ആളാണ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ കാര്യം പറയുവാണ്. അപ്പോൾ സാർ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കണ്ണ് വായിക്കാൻ തീരെ വയ്യ, ഞാനങ്ങനെ ആർക്കും എഴുതിയിട്ടില്ല, രമേശിനൊന്നും തോന്നരുത്, എനിക്ക് ഇത്രയും സ്ട്രെയിൻ എടുക്കാനും പറ്റില്ല, മറ്റൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞാൽ വളരെ സൗമ്യനായിട്ട് പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. ഞാൻ പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ കുട്ടി ഒറ്റ ഓട്ടത്തിന് ഫ്രണ്ട് ഡോറിലേക്ക് പോവുകയാണ്. അപ്പോൾ താഴെ സ്റ്റെപ്പാണ്, ഇത് 3ാമത്തെ നിലയാണ്. അവിടെ നിന്ന് താഴോട്ട് ഉരുണ്ട് വീണ് കഴിഞ്ഞാൽ അത് വലിയ പരിക്കുണ്ടാക്കും. കുട്ടിയുടെ മൂവ്മെൻറ്റ് കണ്ടതും ഞാൻ ചാടി വീണ് അവനെ വരിഞ്ഞ് കെട്ടിപ്പിടിച്ച് ഈ അകത്തേക്ക് ഇടും. അപ്പോൾ സാറ് പെട്ടെന്ന് അവിടെ നിന്ന് കിതച്ചുകൊണ്ട് എണീക്കുകയാണ്. ഞാൻ ഉടനെ കുട്ടിയെ പിടിച്ച് അവിടെ ഇരുത്തി ഈ കടമ്പെടുത്ത് അവിടെ വെച്ചു. മറ്റൊന്നും സംഭവിച്ചില്ല. സാറ് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട്? ഇല്ല രമേശ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എന്തോ ഒരു അസ്വാഭാവികത ഉണ്ടെന്ന് എനിക്ക് നേരത്തെ തോന്നിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും അവൻ്റെ പുറത്തൊരു കണ്ണ് വെച്ചിരുന്നു. ഈ കുട്ടിയെ ഞാൻ സാറിൻ്റെ അടുത്ത് ആക്കിയിട്ട് കടമ്പ വെച്ച് സാറ് വാതിലടച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകാൻ ഇറങ്ങിയപ്പോൾ സാർ എന്നോട് പറഞ്ഞു, ആ ഫയൽ അവിടെ വെച്ചേക്കുന്നു. ഞാൻ അത്ഭുതത്തോടെ ഒരു നിമിഷം നോക്കിയിരിക്കുകയാണ്. അതവിടെ വെച്ചേക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൊണ്ടുവന്ന കഥകൾ മേശപ്പുറത്ത് വെച്ച് ഞാൻ സാറിനോട് ഇത് പറഞ്ഞിറങ്ങിയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു ഫോൺ കോൾ വന്നു. എൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്.
രമേശ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിക്കാം, ഞാൻ അന്നേരം കുളിക്കാനോ മറ്റോ പോരുന്നതാണ്. ഞാൻ പെട്ടെന്ന് വന്നു. അപ്പോൾ സാറാണ്. രമേശ്, ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് വാങ്ങി. ഞാൻ പറഞ്ഞു, അയ്യോ സാർ, എനിക്ക് ഇതിൽ പരം സന്തോഷമില്ല എന്ന് ഞാൻ. അങ്ങനെ ഞാൻ വന്നപ്പോൾ എനിക്ക് അതിനെ സാർ അവതാരിക എഴുതിയിരിക്കുകയാണ്. അതും മലയാള ചെറുകഥ ചരിത്രത്തിലെ ഒരു ആദ്യ സംഭവമാണ് സാർ ആർക്കെങ്കിലും ഒരു അവതാരിക എഴുതുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗ്യം ഈ അസുരയുടെ കുഞ്ഞു വിരൽ എന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിന് കിട്ടി. അതിനെ ആ അവതാരിക മൊഴിമുത്തുകളെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ, അല്ലാതെ ഒരു വാക്കുകൾ കൊണ്ട് എനിക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യമാണ്. കാരണം 19 വയസ്സിലോ 18 വയസ്സ് മുതലോ ഈ മനുഷ്യനെ ഞാൻ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എനിക്ക് തന്നിട്ടുള്ള ഒരു ദക്ഷിണയോ അങ്ങനെ എനിക്ക് തന്നിട്ടുള്ള എന്താണ് ഒരു വരമെന്നോ എന്ത് വേണോ എന്നെ പറയാം. അങ്ങനെയാണ് ആ അസുരയുടെ കുഞ്ഞുങ്ങൾ, അത് DC ബുക്സാണ് ആ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ സാറിൻ്റെ മരണം വരെയും ഞാൻ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അദ്ദേഹത്തിനെ പോയി കാണാറുണ്ട്. അദ്ദേഹം പിന്നെ നമ്മളെ വിട്ടു പോവുകയായിരുന്നു.